വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ റെസിപ്പിയുമായാണ്. കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗ്രിൽ ചിക്കനാണ്. തന്തൂരി പൗഡറൊന്നും ചേർക്കാതെ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഈ ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പാണ്, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മൂടി വെക്കാം. ഇനി ചിക്കനിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പകുതി ഉള്ളിയും പകുതി തക്കാളിയും 7-8 ചെറിയ ഉള്ളിയും 5-6 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ബോൾ സൈസിലുള്ള വെളുത്തുള്ളിയും 2 വലിയ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ ചെറിയ പീസസായി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടെടുത്ത് നല്ല പേസ്റ്റാക്കി എടുക്കുക. ചിക്കനിൽ നിന്ന് അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് ചിക്കനിലോട്ട് നല്ല പോലെ പുരട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ആദ്യം എടുക്കാൻ വിട്ടതാണ്. മുളക് പൊടി കുറവാണ്, 1 ടീസ്പൂൺ കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 3-4 മണിക്കൂർ മാറ്റി വെക്കണം. ചിക്കനിലോട്ട് നല്ല പോലെ മസാല പിടിക്കണമെങ്കിൽ മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗ്രിൽ ചിക്കൻ. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി കൈവച്ച് നല്ല പോലെ മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇത് ഗ്രില്ലിലോട്ട് വെച്ചെടുക്കാം. ചിക്കൻ വിട്ട് വെക്കണം, എന്നാലേ എല്ലാ സൈഡും നല്ല പോലെ ഗ്രില്ലായി കിട്ടുമല്ലോ.
ഇനി ഇത് കനലിലോട്ട് വെച്ച് കൊടുക്കാം. ഗ്രില്ലില്ലാത്തവർക്ക് പാനിലോ ഓവനിലോ ഒക്കെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം. ആ ടൈം ഒലീവ് ഓയിലോ ബട്ടറോ പുരട്ടാം. ഒരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് വെന്തോ നോക്കാം. രണ്ട് സൈഡും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.